ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. ഈ ഒരു വ്ളോഗിൽ ഞാൻ ചോക്കോ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. ഇതൊരു ബർത്ത്ഡേക്ക് റെഡിയാക്കി എടുത്തതായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 21. അപ്പോൾ അന്ന് റെഡിയാക്കി എടുത്തതാണ്. ഇതുപോലെ കുറച്ച് ഡോണറ്റ്സും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ ഞാൻ തംബ്നെയിലും ടൈറ്റിലൊക്കെ കൊടുത്തതുപോലെ തന്നെ അവർ ക്വാറൻറ്റീനിലാണ്. ബ്രദർ വന്നിട്ടില്ല. മോനും വൈഫും ഇപ്പോൾ ഒരു 4 ദിവസമായി ക്വാറൻറ്റീനിലാണ്. അവർ ഖത്തറിൽ നിന്ന് വന്നതാണ്. ഹോം ക്വാറൻറ്റീനിലാണ്. അവരുടെ വീടിൻ്റെ മുകളിലെ ഭാഗത്താണ് ക്വാറൻറ്റീനിലിരിക്കുന്നത്. പിന്നെ ബേബീനെ ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടതാണ്. ഇപ്പോൾ 2 വയസ്സായി. ബർത്ത്ഡേയും കൂടി ആയ സ്ഥിതിക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് നല്ല സേഫ്റ്റി ആയിട്ടാണ് പുറത്തുനിന്ന് കണ്ടതും പിന്നെ കുറച്ച് സംസാരിച്ചതൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിത് 2-3 തവണ ഒന്ന് അരിച്ചെടുക്കാം. കേക്കിൻ്റെത് കുറച്ച് സ്പീഡായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കണ്ടതൊക്കെയല്ലേ ഇതേ സെയിം പ്രൊസീജിയേഴ്സ്, അപ്പോൾ ബോറടിക്കും. അപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നല്ലോണം പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ, എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. എന്നിട്ട് മുട്ട നന്നായിട്ട് ആ ഒരു യെല്ലോ കളർ മാറി നല്ല വൈറ്റ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ആ ബീറ്റിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്കിലേക്ക് 1 ടീസ്പൂണോളം റെഡ് വെൽവെറ്റിൻ്റെ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കളറിൻ്റെ ബോട്ടിൽ തൊടുമ്പം ഭ്രാന്ത് വരും. കഴുകിയാൽ പോകുന്നതേ ഉള്ളൂ, പക്ഷേ ആ സമയത്ത് കയ്യിലൊക്കെ ആവും. എത്ര സേഫ്റ്റി ആയിട്ട് നോക്കിയാലും നമ്മുടെ കയ്യിലൊക്കെ ആവും. എന്നിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പാലിൻ്റെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ബീറ്ററിൻ്റെ സ്പീഡ് നന്നായിട്ട് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിൽ പണി തീരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ പൊടികളെ കൂട്ടുണ്ടല്ലോ, അതും 2 ബാച്ചാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മിക്സായി കിട്ടും. ബീറ്ററിൻ്റെ സ്പീഡ് നന്നായിട്ട് കുറച്ച് വെക്കണേ. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 7 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾ പോകാൻ വേണ്ടിയിട്ട് താഴേക്ക് നന്നായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. കുക്കറിൽ ബേക്ക് ചെയ്യുന്നത് ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു റിങ് ഇട്ട് കൊടുക്കും, കുറച്ച് ഉപ്പും കൂടി വിതറി കൊടുക്കും താഴ്ഭാഗത്ത്. എന്നിട്ട് ആ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വെക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 35 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും, നോക്കിയിട്ട് ചെയ്യുക. നമ്മുടെ കേക്ക് ഇതാ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ലോണം തണുപ്പ് പോയതിന് ശേഷം ചൂട് പോയതിന് ശേഷമാണ് ബേക്കിംഗ് ട്രേയിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് കേക്കിനുള്ള സ്പോഞ്ചും റെഡിയാക്കി എടുക്കുന്നത്. 2 മുട്ട വെച്ചിട്ട് സെയിം പ്രൊസീജിയറാണ്. ഈ റെഡ് വെൽവെറ്റിൻ്റെ കളർ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് മിക്സ് ചെയ്യുക. പിന്നെ പൊടികൾ അരിച്ചെടുക്കുക. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ആദ്യം ഞാൻ ചേർത്തത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പൊടികൾ നന്നായിട്ട് അരിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 മുട്ടയിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ സ്പീഡ് കുറച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബട്ടർ മിൽക്ക്, ആദ്യം തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് മിക്സായി തുടങ്ങുമ്പോൾ അരിച്ച് വെച്ച പൊടികളെ കൂട്ട് പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒരു 7 ഇഞ്ചിൻ്റെ പാനിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം. കുക്കറിലാണ് വെക്കുന്നത്. അടച്ച് വെച്ചിട്ട് അതൊരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്.
അടച്ചു വെക്കുന്ന സമയത്ത് വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉമ്മ ഡോണറ്റിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് അത്ര വലിയ ഫംഗ്ഷനൊന്നും അല്ല. അവരെ വീട്ടിലും കുറച്ച് ആൾ മാത്രമേ ഉള്ളൂ, അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ മോനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് മാത്രമേ എല്ലാം റെഡിയാക്കി എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക, ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. പിന്നെ പരത്തി എടുത്തതിന് ശേഷം 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഡോണറ്റ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. കുറച്ച് തിക്നെസ്സോടെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഇതുപോലത്തെ ഒരു ലിഡ് വെച്ചിട്ട് കട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ നടുവിലൊരു ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഡോണറ്റ് ഫ്രൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഐസിങ് ചെയ്യാനൊക്കെ വന്നത്. ആ സമയത്താണ് ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായത്. അത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് ഒരു ഡാർക്ക് ബാറും പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമും ഇത് റൂം ടെമ്പറേച്ചറിലാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ജലാറ്റിനും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം നന്നായിട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പിൽ കുറച്ച് വാനില എസൻസും കൂടി ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെയർ വിപ്പിംഗ് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇത് 1 കപ്പ് ഫിയോണയുടെ ക്രീമാട്ടോ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതിനിടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുക്കുക. 1 പീസ് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ആ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുമ്പം എല്ലാ ലെയറും ഈവനായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഗണാഷ് ആക്കിയിട്ട് അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കുക. അതും ചെയ്തതിന് ശേഷം ലാസ്റ്റ് റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫിനിഷായി കിട്ടും. ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ആ സമയത്ത് ഞാൻ ആ ഗണാഷ് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് നമ്മൾ ഫിനിഷ് ചെയ്ത കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രം കോട്ടും കഴിഞ്ഞ് നല്ല ഫൈനൽ കോട്ട് കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റൂം ടെമ്പറേച്ചറിലുള്ള ഗണാഷ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, ഒന്നും വിചാരിക്കരുത്. ഞാൻ ഗണാഷ് മുകളിൽ നല്ല തിക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലൊന്നും അങ്ങനെ കവർ ചെയ്തെടുത്തിട്ടില്ല. ആ ഭാഗത്തൊക്കെ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചിൻ്റെ പീസ് പൊടി വെച്ചിട്ട് കവർ ചെയ്യും. അപ്പോൾ ഇതുപോലെ റെഡ് വെൽവെറ്റിൻ്റെ ഒരു ചെറിയ പീസ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഐമൻ എന്നാണ് ബേബിയുടെ പേര്. അത് ഇതുവരെയായിട്ട് പറഞ്ഞില്ലല്ലേ. ഐമൻ നൂർ എന്നാണ് ബേബിയുടെ പേര്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഓറിയോ ബിസ്ക്കറ്റ് ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ കേക്കിൻ്റെ പണിയുള്ളൂ. നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കട്ട് ചെയ്തിട്ട് അവൾ അയച്ചു തന്നാ കേട്ടോ ഈ ഒരു പീസിൻ്റെ ഫോട്ടോ. ഉള്ളിൽ നല്ല രസമാണ് കാണാൻ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അധികം സമയം നിൽക്കാൻ പറ്റില്ല. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കാണാൻ എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടുന്ന് അങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവർ ജസ്റ്റ് മുകളിലെ ബാൽക്കണിയിൽ വന്ന് നമ്മൾ താഴെ നിന്നിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് കുറച്ച് സംസാരിച്ചു. മാക്സിമം ഒരു 15 മിനിറ്റ് മാത്രമേ നമ്മളവിടെ നിന്നിട്ടുള്ളൂ. അധികം നിൽക്കുന്നത് സേഫ് അല്ലല്ലോ. ഈ ക്വാറൻറ്റൈൻ എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണെന്നത് കണ്ടപ്പോൾ മനസ്സിലായി. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടത്.
ഈ ഒരു നമ്മുടെ ഏരിയയിലൊക്കെ 28 ദിവസമാണ് ക്വാറൻറ്റൈൻ. പിന്നെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇവരോട് 14 ദിവസം കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടിലിട്ട പോലെയായിരുന്നു. പ്രത്യേകിച്ച് അയ്മനൊക്കെ കണ്ടപ്പോൾ അയ്മന് പുറത്തേക്ക് വരണമെന്നുണ്ട്, കളിക്കണം എന്നുണ്ട്, പക്ഷേ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ പോയി. ക്വാറൻറ്റീനൊന്നും പ്രശ്നമില്ല, പക്ഷേ വേറെ കൊറോണ ഇഷ്യൂ അങ്ങനത്തെ ഒന്നും ഇല്ലാതിരുന്നാൽ മതി. എല്ലാവരും ദുആ ചെയ്യുക നെഗറ്റീവായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ അതിൻ്റെ ഇടയിൽ നേരെ തറവാട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായത്. അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ബട്ടർ നാനും പിന്നെ കുറച്ച് ബട്ടർ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് റിട്ടേൺ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്